ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ദർസ് നമ്പർ 129 അധ്യായം 19 ഷറഹ് തുടരുകയാണ്. കിതാബ് തൗഹീദിൽ നിന്നുള്ള ഭാഗം. വലി മുസ്ലിമിൻ അൻ ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് ഖാല, ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. അദ്ദേഹം പറഞ്ഞു, സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഖബല അൻ യമൂത ബി ഖംസിൻ, അവിടുന്ന് വഫാത്താകുന്നതിന് 5 മുമ്പ്, 5 എന്ന് പറഞ്ഞാൽ 5 ദിവസമാകാം. വഹുവ യഖൂൽ, അവിടുന്ന് പറയുന്നതായിട്ട്, ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളിൽ നിന്ന് എനിക്ക് ഖലീൽ, ഒരു ഉറ്റ കൂട്ടുകാരൻ ഉണ്ടാകുന്നതിൽ ഞാൻ അള്ളാഹുവിലേക്ക് ഒഴിവായിരിക്കും. കാരണം അങ്ങനെയൊന്നുമില്ല എന്നർത്ഥം. ഇന്നല്ലാഹ ഖദ് ഇത്തഖനി ഖലീല, കാരണം എന്താ, അള്ളാഹു എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഖലീലായി. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല, ഞാൻ എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു ഖലീലിനെ തെരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലായിട്ട് തെരഞ്ഞെടുക്കുമായിരുന്നു. അല്ല, അറിയണം, ഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, നിങ്ങൾക്ക് മുമ്പുള്ളവർ അവർ അവരുടെ അമ്പിയാക്കളുടെ, നബിമാരുടെ, പ്രവാചകന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി മാറ്റിയിരുന്നു. അല്ല, അറിയണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അതിനാൽ നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ അതിനെ തൊട്ട് നിങ്ങളെ വിരോധിക്കും. തുടർന്ന് കിതാബ് തൗഹീദിൽ തന്നെ പറയാണ്, ഫഖദ് നഹാ അൻഹു ഫി ആഖിരി ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത് നിരോധിച്ചു. സുമ്മ ഇന്നഹു ലഅന, പിന്നെ അവിടുന്ന് ശപിച്ചു. വഹു ഫി സിയാഖി മൻ ഫഅലഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ അടുപ്പിച്ച് അത് പ്രവർത്തിച്ചവരെ, അങ്ങനെ ചെയ്തവരെ, ഖബറുകൾ മസ്ജിദുകളാക്കിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു. വസ്സലാത്തു ഇൻദഹാ മിൻ ദാലിക്, ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുക എന്നതും അതിൽപ്പെട്ടതാണ്. വഇല്ലം യുബ്ന മസ്ജിദുൻ, മസ്ജിദ് പണിയപ്പെട്ടിട്ടില്ല എങ്കിലും, അതായത് ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിച്ചാൽ പ്രത്യേക പുണ്യമുണ്ട്, അവിടെ വെച്ച് ദുആ ചെയ്താൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന ഉദ്ദേശത്തിൽ, ഖബറാളിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന വിഷയമല്ല പറയുന്നത്. വഹുമാന ഖൗലിഹ, ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വചനത്തിന്റെ ആശയം. ഖുശിയ അൻ യുത്തഖദ മസ്ജിദൻ, അത് മസ്ജിദ് ആക്കപ്പെടുമെന്ന് ഭയപ്പെടപ്പെട്ടു. ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബരിഹി മസ്ജിദ, കാരണം സഹാബാക്കൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ചുറ്റും മസ്ജിദ് പണിയില്ല. വകുല്ലു മൗദിഇൻ ഖുസിദ സ്വലാത്തു ഫീഹി ഫഖദ് ഉത്ഖിദ മസ്ജിദ, അപ്പോൾ നിസ്കാരം ഉദ്ദേശിക്കപ്പെടുന്ന ഏത് സ്ഥലവും മസ്ജിദാ, ആ അർത്ഥത്തിലാണ്. ബൽ കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദൻ, എന്നല്ല, നിസ്കരിക്കുന്ന ഏത് സ്ഥാനവും അത് മസ്ജിദാണ്, മസ്ജിദ് എന്ന് പറയപ്പെടാം. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ജുഇലത് ലി അൽ അർദു മസ്ജിദൻ വ തഹൂറാ, എനിക്ക് ഭൂമി, അതായത് ഭൂമി ഏത് സ്ഥലത്താണെങ്കിൽ, ശുദ്ധിയുള്ള ഏത് സ്ഥലം, അത് മസ്ജിദും തഹൂറും ശുദ്ധിയും ആക്കിയിരിക്കുന്നു, എനിക്കാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇനി ഷറഹിൽ നിന്നുള്ള ഭാഗം. ഖൗലുഹു, വചനം, അതായത് ഷെയ്ഖിന്റെ വചനം. വലി മുസ്ലിമിൻ അൻ ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് ആരാണ്? ഹുവ ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു തആല അൻഹു, സ്വഹാബിയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യമൂത ബി ഖംസിൻ, ബി ഖംസിൻ എന്ന് പറഞ്ഞാൽ 5 ദിവസം മുമ്പ്, മരിക്കുന്നതിന് 5 മുമ്പ്. 5 എന്ന് പറഞ്ഞാൽ യുഹ്തമലു അന്നൽ മുറാദ 5 സിനീന വയുഹ്തമലു അന്നൽ മുറാദ 5 ലയാലിൻ, 5 വർഷം ആവാം, 5 ദിവസം ആവാം, അതായത് 5 രാത്രികൾ ആവാം എന്ന് പറയുന്നുണ്ട് ഇതിൽ. പക്ഷെ 5 രാത്രികൾ 5 ദിവസം ആവാനാണ് സാധ്യത, മരണം അടുപ്പിച്ചാണല്ലോ. അല്ലാഹു അലം. വഹു യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ബറാഅത്താകുന്നു, ഒഴിവാകുന്നു. അൽ ബറാഅത്തു മാനഹ നഫിയു ശൈഇ വൽ ഇബ്തിആദു അൻഹു, ഒന്നിൽ നിന്ന് അകന്നു നിൽക്കലാണ്. കമാ യുഖാൽ, പറയപ്പെടുന്ന പോലെ, ബറഅൽ ഖലമ ഇദാ ഖതഅഹു വഅബഅദ ജുസ്അൻ മിൻഹു, പേനയുടെ ഒരു ഭാഗം അത് മുറിച്ചു കളഞ്ഞാൽ, അതിന്റെ ഭാഗം മുറിച്ചു കളഞ്ഞാൽ ബറഅൽ ഖലം എന്ന് പറയും. വൽ ബർഉ ഹുവ അൽ ബുഅദു വൽ ഇൻഖിതാഉ, മുറിച്ചു കളയാൻ, ഒഴിവായി നിൽക്കുക, വിദൂരത്താകുക എന്നാണ്. ഫ അബ്റഉ ഇലല്ലാഹ് ഐ അബ്തഇദു അൻ ദാലിക വഅക്റഹുഹു, അതായത് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു ഖലീലിനെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഞാൻ അള്ളാഹുവിലേക്ക് വിദൂരത്താകുന്നു, അള്ളാഹുവിലേക്ക് ഒഴിവാകുന്നു, ആ ഖലീലിനെ തെരഞ്ഞെടുക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നബി പറഞ്ഞല്ലോ, അൻ യകൂന ലീ മിൻകും ഖലീല,
എനിക്ക് നിങ്ങളിൽ നിന്നൊരു ഖലീലിനെ ഉണ്ടാവുക എന്നത്. ഞാൻ അത് സഹാബത്തി അതേ സഹാബാക്കളിൽ നിന്ന് ഫലൈസ ലഹു മിന സഹാബത്തി ഖലീൽ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ നിന്ന് ഖലീൽ ഇല്ല. വസ്സബബു ഫീ ദാലിക്, അതിനുള്ള കാരണം എന്താ? അല്ലാഹു തഖദഹു ഖലീല, അല്ലാഹു നബിയെ ഖലീലാക്കിയിട്ടുണ്ട്. വൽ ഖുല്ലത്തു ലാ തഖ്ബലുൽ ഇസ്തിറാക, ഖുല്ലത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഇസ്തിറാക്ക് പറ്റൂല. കാരണം ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അടുപ്പമുള്ള സ്നേഹിതനാണ്, അതൊരൊറ്റ ആള് മാത്രമേ ഉള്ളൂ. ഫലാ യുംകിനു അൻ യകൂന ഖലീലല്ലാഹി വ ഖലീല അഹദിൻ മിനൽ ഖൽഖ്. അപ്പൊ അള്ളാഹുവിന്റെ ഖലീലാകുന്ന അതോടൊപ്പം തന്നെ സൃഷ്ടികളിൽ നിന്ന് ഒരാളുടെ ഖലീലാകുക അത് കഴിയില്ല. ലിഅന്നൽ ഖുല്ലത ലാ ബുദ്ദ അൻ തകൂന ലിവാഹിദ്, കാരണം ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം. ലാ തഖ്ബലുൽ ഇസ്തിറാഖ്, അവിടെ ഇസ്തിറാഖ് പറ്റൂല, പങ്കാളിത്തം പറ്റൂല. വൽ ഖുല്ലത്തു ഹിയൽ അഅലാ ദറജത്തുൽ മഹബ്ബത്തി, മഹബ്ബത്തിന്റെ അങ്ങേ പദവികളിൽ അങ്ങേയറ്റമാണ്, സ്നേഹത്തിന്റെ പദവികളിൽ അങ്ങേയറ്റമാണ് ഖുല്ലത്ത് എന്ന് പറയുന്നത്. കമാ ഖാല ഷാഇർ പറയുന്ന പോലെ തഖല്ലൽത മസ്ലക റൂഹി മിന്നി വബിദാ സുമ്മിയൽ ഖലീലു ഖലീല. അതായത് എൻ്റെ നീ എൻ്റെ തഖല്ലൽത, നീ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എൻ്റെ ആത്മാവിന്റെ വഴികളിലൂടെ. മസ്ലക റൂഹ് എന്ന ആത്മാവിന്റെ, അതുകൊണ്ടാണ് ഖലീലിനെ ഖലീൽ എന്ന് വിളിക്കുന്നത് എന്ന്. വഇബാദുല്ലാഹി വഅംബിയാഉ കുല്ലുഹും യസ്തരികൂന ഫിൽ മഹബ്ബ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് അമ്പിയാക്കളും ഒക്കെ മഹബ്ബത്തിൽ പങ്ക് ഉണ്ട്, പങ്കാളിത്തമുണ്ട്. അല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തവ്വാബീങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, അവനിലേക്ക് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുത്തതഹിരീന, അവൻ ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുത്തഖീന, അവൻ ഭയഭക്തിയുള്ള തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുഹ്സിനീന, അവൻ സുഹൃതവാന്മാരെ ഇഷ്ടപ്പെടുന്നു, മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അമ്മൽ ഖുല്ലത്തു ഫഹിയ ലാം തഹ്സുൽ ഇല്ലാ ലിഇത്നൈനി ഫഖത്ത്, എന്നാൽ അല്ലാഹുവിന്റെ ഖുല്ലത്ത് എന്ന് പറയുന്നത് അതാകെ രണ്ടാൾക്ക് മാത്രം അല്ലാതെ കിട്ടിയിട്ടില്ല. മുഹമ്മദ്, അവർ രണ്ടുപേരാരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഈ രണ്ട് നബിമാർ മാത്രം. കമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനത്തിലുള്ളതുപോലെ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിമിനെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അമാ ബഖിയത്തുൽ അംബിയാഇൽ മുഅ്മിനീന, ബാക്കിയുള്ള അമ്പിയാക്കളും സത്യവിശ്വാസികളൊക്കെ ഫഇന്നല്ലാഹ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. കമാ ജാഅത് ബിദാലിക നുസൂസ്, പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളതുപോലെ. ലാകിൻ പക്ഷേ ലം യത്തഖിദില്ലാഹു മിൻഹും ഖലീല, അവരിൽ നിന്ന് ആരെയും അല്ലാഹു ഖലീലായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ്. സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂൽ പറഞ്ഞു വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല, ഞാൻ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഖലീലിനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് അല ഫർദി ലൗ സഹ ലി വജാസ ലി അൻ അത്തഖിദ മിൻ ഉമ്മത്തി ഖലീല, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഖലീലിനെ, ഉറ്റ സുഹൃത്തിനെ ഞാൻ തെരഞ്ഞെടുക്കുക എന്ന് എനിക്ക് അനുവദനീയം, അത് ശരിയുമായിരുന്നെങ്കിൽ ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നു. ഫഹദാ ഫീഹി ഫളീലത്തു അബീബക്കർ അസ്ദീഖ്, ഇതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഫളീലത്ത്, ശ്രേഷ്ഠത വ്യക്തമാകുന്നുണ്ട്. റളിയല്ലാഹു തആല അൻഹു. വഅന്നഹു അഹബ്ബു الناس ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും പ്രിയങ്കരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അബൂബക്കർ കുന്യത്തുഹു, അദ്ദേഹത്തിന്റെ കുന്യത്ത് വിളിപ്പേര് എന്താണ്? അബൂബക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുന്യത്താണ്, ശരിക്കുള്ള പേരല്ല. അമ്മസ്മുഹു, ഇസ്മ എന്താണ്? പേരെന്താണ് ശരിക്ക്? അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണ് പേര്. ഉസ്മാന്റെ മകൻ അബ്ദുള്ള എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര്. വലുഖിബ ബിസ്സുദ്ദീഖ്, ഇനി സുദ്ദീഖ് എന്നുള്ളത് ലഖബ് നൽകപ്പെട്ടതാണ്. ലഖബ് അതിന് കാരണം എന്താണ്? അങ്ങനെ ഒരു വിളിപ്പേര് കിട്ടാൻ കാരണം സുദ്ദീഖ് എന്ന് അതൊരു സ്ഥാനപ്പേര് കിട്ടിയതാണ്. അള്ളാഹുവിനോടും റസൂലിനോടും അവന്റെ അടിമകളോടുമുള്ള സത്യസന്ധതയുടെ ആധിക്യം കാരണം അദ്ദേഹത്തിന് വലിയ സത്യസന്ധതയുള്ള ആളായിരുന്നു. റളിയല്ലാഹു തആല അൻഹു. ഫീ ഖൗലിഹി, വചനത്തിൽ വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല ലത്തഖദതു അബൂബക്കറിൻ ഖലീല, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എനിക്കൊരു ഖലീൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന നബി വചനത്തിന്റെ താല്പര്യം. ഹാദാ ഫീഹി ഇശാറത്തുൻ ഇലാ ഇസ്തിഖ്ലാഫി അബീ ബക്കർ മിൻ ബഅദിഹി, നബിക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കും എന്നതിലേക്ക് ഒരു സൂചന ഉണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും, ലിഅന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹാദാ ഫീ ആഖിരി ഹയാത്തിഹി, ഇത് അവിടുത്തെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് പറഞ്ഞത്. കമാ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർദി മൗതിഹി അമറ അബൂബക്കറിൻ അൻ യുസല്ലി ബിന്നാസ്, അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് രോഗം ബാധിച്ച മരണം സംഭവിച്ച ആ രോഗം ബാധിച്ചപ്പോൾ
അബൂബക്കർ റളിയല്ലാഹുവിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിച്ചതുപോലെ വലമ്മാ ഖീല ലഹു അൻ ഉമറ റളിയല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടപ്പോൾ നബി വിസമ്മതിക്കുകയും വാലിബാൻ ദേഷ്യപ്പെടുകയും ചെയ്തു. അബൂബക്കറിനോട് തന്നെ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞു. ഫഹാദാ ഫിഹി ഇശാറത്തുൻ ഇലാ ഖിലാഫത്തിഹി, ഇതിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലേക്കുള്ള സൂചന ഉണ്ട്. വഫീ ദാലിക, ഇതിലുണ്ട് റദ്ദുൻ അല റാഫിദത്തിൽ ലദീന യുബ്ഗിദൂന അബൂബക്കർ അസ്സദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വെറുക്കുന്ന റാഫിദി വിഭാഗങ്ങൾക്ക്, റാഫിദി ഷിയാക്കൾക്ക് അവർക്ക് എതിരെയുള്ള ഖണ്ഡനവും ഇതിലുണ്ട്. വയത്അനൂന ഫി ഖിലാഫത്തിഹി വഖിലാഫത്തി ഇഖ്വാനിഹി ഉമർ വഉസ്മാൻ, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അതേപോലെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ഇവരുടെയൊക്കെ ഖിലാഫത്തിനെ, ഭരണത്തെ അതിനെ അധിക്ഷേപിക്കുന്നവർ റാഫിദികൾക്കുള്ള അധിക്ഷേപിക്കുന്ന ആരാണെങ്കിലും അവർക്കെതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. യഖൂലൂൻ, അവർ പറയുന്നു, അത്തരക്കാർ പറയുന്നു, ഇന്നൽ ഖിലാഫത ലി അലിയിൻ ബഅദ റസൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് അലി റളിയല്ലാഹു അൻഹുവിനാണ് വേണ്ടത് എന്ന്. വഇന്നമ സ്വഹാബത്തു യഅതസബുഹാ വളമു അലിയൻ, സ്വഹാബാക്കള് അത് തട്ടിയെടുത്തതാണ്, അലി റളിയല്ലാഹു അൻഹുവിനെ അക്രമം ചെയ്തതാണ് എന്നൊക്കെയാണ് അവരുടെ വാദം. ഹക്കദായി ഖുലൂൻ, ഇപ്രകാരമാണ് അവർ പറയുന്നത്. ഖബ്ബഹഹുമുല്ലാഹ്, അത് മോശമായിട്ട് പ്രാർത്ഥിക്കാൻ. ഫഅലിയുൻ റളിയല്ലാഹു അൻഹു ഹുൽ ഖലീഫത്തു റാബിഅ, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫയാണ്. വഹാദാ ബി ഇജ്മാഇൽ മുസ്ലിമീൻ, ഇത് മുസ്ലിങ്ങളുടെ ഇജ്മാഅ് ആണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ, അലാ അറിയണം. അലാ എന്നത് ഹർഫ് തംബീഹിന്റെ ഉണർത്തലിന്റെ വാക്കാണ്. ഒരു കാര്യം പ്രത്യേകം റിമൈൻഡ് ചെയ്യിക്കുകയാണ്, പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പൊ അലാ എന്ന് ഉപയോഗിക്കും. ഇന്ന മൻ കാന ഖബ്ലകും യത്തഖിദൂന ഖുബൂറ മസാജിദ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മത്തുകൾ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, അല്ലെങ്കിൽ അവർ ഖബറുകളെ മസ്ജിദുകളാക്കി. ഞാൻ ഉദ്ദേശിക്കുന്ന അന്നൽ യഹൂദ വൻ നസാറ, യഹൂദികളും നസാറാക്കളും യഖൂലൂന ഫി ഖുബൂരിൽ അംബിയാ, അംബിയാക്കളുടെ ഖബറുകളുടെ വിഷയത്തിൽ അതിഗമിച്ചിരുന്നു. വയബ്നൂന അലിഹാൽ മസാജിദ, ആ ഖബറുകൾക്ക് മേൽ അവര് മസ്ജിദുകൾ പണിതിരുന്നു. യുസല്ലൂന ഇൻദഹ, ഖബറുകൾക്ക് അടുത്ത് നിസ്കരിക്കുമായിരുന്നു. അല അറിയണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അതിനാൽ നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. കററ കലിമത്ത് അല എന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞു. മറത്തൻ സാനിയ, രണ്ടാമത്തെ പ്രാവശ്യം. ലി അജ്ലി തംബീഹി വത്തഅക്കീദ്, ഉണർത്തുന്നതിനും ശക്തി സ്ട്രെസ് ചെയ്ത് പറയുന്നതിനും വേണ്ടിയിട്ട്. തഅക്കീദ്. വമഅന ഇത്തിഹാദിഹ മസാജിദ ഐ മുസല്ലയാത്ത്, ഖബറുകൾ മസ്ജിദുകളാക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് നിസ്കാര സ്ഥാനങ്ങളാക്കുക എന്നതാണ് മുസല്ലയാത്ത്. പിന്നെ നബി ഇതിന്മേ മാത്രം ഒതുങ്ങിയില്ല, ഇത് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. ബൽ ഖാല, പക്ഷേ നബി ഇതുകൂടെ പറഞ്ഞു, ഫഇന്നി അൻഹാകും അൻ ദാലിക്, നിശ്ചയം ഞാൻ അത് നിങ്ങൾക്ക് നിരോധിക്കുന്നു. തഅക്കീദുൻ ബഅദ തഅക്കീദ്, ഇത് തഅക്കീദ് സ്ട്രെസ് കൊടുത്ത് പറയുന്നതിന് ശേഷം വീണ്ടും സ്ട്രെസ് കൊടുത്ത് പറയണം, എംഫസിസ്. ദി അഹമ്മിയത്തി ഹാദൽ അംർ, ഈ കാര്യത്തിന്റെ പ്രാധാന്യം, ഗൗരവം കാരണം. വത്തിഹാദുൽ ഖുബൂർ മസാജിദ അല മഅനൈൻ, ഖബറുകൾ മസ്ജിദുകളാക്കുന്ന രണ്ടർത്ഥത്തിലാണ്. അൽ മാനിൽ അവൽ, ഒന്നാമത്തെ ആശയം. വഹുൽ മുറാദു ബിഹാദൽ ഹദീസ്, അതാണ് ഈ ഹദീസിന്റെ ആശയം ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത്തിഹാദുഹ മുസല്ലയാത്തിൻ, അത് നിസ്കാര സ്ഥാനങ്ങളാക്കുക. യുസല്ലി ഇൻദഹ, ആ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കുക. ഇല്ലം യുബ്ന മസ്ജിദ്, മസ്ജിദ് പണിയപ്പെട്ടിട്ടില്ലെങ്കിലും. കമായത്തി, ഇനി വരുന്നത് പോലെ. അൽ മാനസാനി, രണ്ടാമത്തെ ആശയം. അയ്യുബ്ന അലിഹ മസ്ജിദുൻ, ഖബറിന് മേൽ യഥാർത്ഥത്തിൽ തന്നെ മസ്ജിദ് പണിയാം. കമാ ഹസല ബിനൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കൾ ചെയ്ത പോലെ. വകമാ ഹസല ഫിൽ ഖുറൂനിൽ മുതഅഖിറതി മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ പിൽക്കാലത്ത് ഉള്ള നൂറ്റാണ്ടുകളിൽ നടന്നതുപോലെ. അവ്വലു മൻ ബനൽ മസാജിദ അൽ ഖുബൂർ, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ ആദ്യം പണിത്. മസ്ജിദ് പണിയാന്ന് പറഞ്ഞാൽ അത് ആരാധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സെന്റർ പണിയാ, അതൊക്കെ പെടും. കമാ യഖൂലു ഷെയ്ഖ് പറയുന്നത് പോലെ, അതായത് തഖിയുദ്ദീൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഹും അവർ അശ്ശീഅത്തുൽ ഫാത്തിമിയ്യൂൻ, ഫാത്തിമികളായ ഷീകളായിരുന്നു ആദ്യം ഖബറുകൾക്ക് മേൽ മസ്ജിദ് പണിത്. ദർഗകൾ ഫി മിസ്റ വൽ മഗ്രിബ്, പശ്ചിമ ഭാഗങ്ങളിലും മിസ്റിൽ, ഈജിപ്തിലും. ثم قلدهم الخرافيون الذين ينتسبون الى اهل السنه من الصوفيه وغيرهم, അതായത് അഹ്ലുസുന്നയിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന സൂഫികളും മറ്റും അങ്ങനെയുള്ള ഖുറാഫികൾ അവരെ പിന്തുടർന്നു, അവരെ തഖ്ലീദ് ചെയ്തു, ഷിയാക്കളെ തഖ്ലീദ് ചെയ്തു, അനുകരിച്ചു. വബനു അലൽ ഖുബൂരി, അവർ ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ പണിതു.
വഹാദാ ഇന്നമാ ഹദസ ബഅദൽ ഖുറൂനിൽ മുഫദ്ദല, ഇത് ശ്രേഷ്ഠമായ നൂറ്റാണ്ടുകൾ, ഉത്തമ നൂറ്റാണ്ടുകൾ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ചതാണ്. അല്ലതീ അസ്ന അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടുകൾ. അതിനുശേഷമാണ് ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ പണിയുന്ന പരിപാടി ഉണ്ടായത്. ثم نقل الشيخ رحمه الله كلام شيخ الإسلام ابن تيمية رحمه فقال, പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അവരുടെ കലാം, സംസാരം ഉദ്ധരിച്ചു. ഫഖദ് നഹാൻഹു ഫി ആഖിരി ഹയാത്തിഹി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത് നിർവഹിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഖബ്ല അൻ യമൂത ബി ഖംസിൻ, 5 മരിക്കുന്നതിന് 5 മുമ്പ്, 5 വർഷം ആവാൻ സാധ്യത കുറവാണ് മനസ്സിലാക്കുന്നു. അല്ലാഹു അലം 5 ദിവസമായിരിക്കും. കമാ ഫി ഹദീസ് ജുന്ദുബ് റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളത് പോലെ. ثم انه لعنه في سياق الموت, പിന്നെ മരിക്കാൻ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. കമാ ഫി ഹദീസ് ആയിഷ അല്ലതി സബഖ, ആയിഷ റളിയല്ലാഹുവിന്റെ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞ പോലെ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമാ നസല ബിഹി ഐ ജഅല യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം മുട്ടുമ്പോൾ എന്ത് ചെയ്യും, നബിയുടെ മുഖത്ത് ഇട്ടിരുന്ന ഖമീസ്, അത് പുതപ്പ്, തുണി, അതെന്ത് ചെയ്യും, അത് നീക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നമായപ്പോൾ നബിയുടെ മുഖത്ത് ഒരു പുതപ്പിടാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം മുട്ടുമ്പോൾ കശഫഹ, നീക്കം ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഫഖാലഹു കദാലിക, അങ്ങനെ പ്രയാസകരമായ ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫീ ഹാദിഹിൽ ഹാലത്തിൽ ഹരിജതി, ഈ ഹരിജത്തായ പ്രയാസം, ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അള്ളാഹുവിന്റെ ശാപം യഹൂദി നസാറാക്കളിൽ, അവര് എന്ത് കാരണം, അവര് അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ശാപം ഉണ്ടായി എന്നുള്ള കാര്യം പറയണം. قالت عائشة رضي الله عنها, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ, അതായത് യഹൂദി നസാറാക്കൾ ചെയ്ത കാര്യം, അത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മുന്നറിയിപ്പ്, വാണിംഗ് നൽകുകയായിരുന്നു. വലൗലാ ദാലിക, അങ്ങനെ ഒരു ഭയം ഇല്ലായിരുന്നെങ്കിൽ ല ഉബ്രിസ ഖബ്റുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പ്രൊജക്ട് ചെയ്യപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ വ്യക്തമായി കാണത്തക്ക വിധത്തിൽ ആക്കുമായിരുന്നു. ഗൈറ അൻഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, ആ ഖബർ മസ്ജിദ് ആക്കപ്പെടുമെന്ന് നബി ഭയപ്പെട്ടത് കാരണം അല്ലാതെ, അത് ഇല്ലായിരുന്നെങ്കിൽ നബിയുടെ ഖബർ പുറത്ത് ആക്കുമായിരുന്നു. ഖാല ഷെയ്ഖ് പറയാണ്, ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, കാരണം സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ചുറ്റും മസ്ജിദ് പണിയില്ല. ലിഅന്നഹും മഅസൂമുൻ അൻ ദാലിക റളിയല്ലാഹു അൻഹു, അതിനെ തൊട്ട് അവർ സുരക്ഷിതരാണ്, പാപ സുരക്ഷിതരാണ് ആ വിഷയത്തിൽ. വലാ യുംകിനു ദാലിക അബദൻ ഫി ഹഖ്ഹിം, അവരുടെ വിഷയത്തിൽ അതൊരിക്കലും സംഭവിക്കില്ല. ബൽ ലം തുബ്ന അൽ മസാജിദ് ഫിൽ ഖുറൂനിൽ അർബഅത്തി കുല്ലിഹ, മാത്രമല്ല 4 നൂറ്റാണ്ടുകളിലൊന്നും ഖബറുകൾക്ക് മേൽ മസ്ജിദ് പണിയാ, ഖബറുകൾ കെട്ടിപ്പൊക്കാനുള്ള പരിപാടി ഉണ്ടായിട്ടില്ല. ലിഅന്ന ഖുറൂനൽ അർബഅത അസ്ന അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലി, 4 നൂറ്റാണ്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് നബിയുടെ വചനപ്രകാരം, ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എൻ്റെ നൂറ്റാണ്ടുകാരാണ്, പിന്നെ അവരോട് ചേരുന്നവർ, പിന്നെ അവരോട് ചേരുന്നവർ. فإذا كانت القرون الأربعة لم يبن فيها على القبور مساجد, അപ്പോൾ 4-ാം നൂറ്റാണ്ട് എത്തിപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട് വരെ ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയപ്പെട്ടിട്ടില്ല. فكيف يبنى في أحد الصحابة الذين هم القرن الأول, അപ്പോൾ 1-ാം നൂറ്റാണ്ടുകാരായ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പിന്നെ എങ്ങനെ മസ്ജിദ് പണിയപ്പെടും? റളിയല്ലാഹു തആല അൻഹും. ഫദല്ലാന, അപ്പോൾ അതറിയിച്ചു, അന്നൽ മുറാദ് ബിത്തിഖാദിഹ മസാജിദ, അപ്പോൾ ഖബറുകൾ മസ്ജിദുകളാക്കുക എന്ന് പറഞ്ഞാൽ തഹറ സ്വലാത്തി ഇൻദഹ, അതിനടുത്ത് മസ്ജിദ് സ്വലാത്ത് നിർവഹിക്കലാണ്. വന്നൻ, വിചാരിച്ചുകൊണ്ട്, അന്ന സ്വലാത്ത് ഇൻദഹ ഫിഹാ മസിയ, ഖബറിന്റെ അടുത്തുള്ള നിസ്കാരത്തിന് പ്രത്യേക പ്രാധാന്യം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, അതിന് പ്രത്യേക ഒരു കാര്യമുണ്ടെന്ന്. വഅന്നഹ യുസ്തജാബു ദുആ ഇൻദഹ, ആ ഖബറിന്റെ അടുത്തുള്ള നിസ്കാരം കൊണ്ട് പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടും എന്ന് അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട്. ലിഅന്നദാലിക വസീലത്തുൻ മിൻ വസാഇൽ ശിർക്ക്, കാരണം അത് ഷിർക്കിലേക്കുള്ള വഴികളിൽപ്പെട്ട ഒരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാനി സ്വലാത്ത് ഇൻദൽ ഖബൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾക്ക് അടുത്തുള്ള നിസ്കാരം നിരോധിച്ചു. വത്തിഖാദിഹ മസാജിദ, അതിനെ മസ്ജിദുകളാക്കുന്നു നിരോധിച്ചു. സദ്ദൻ ലിദരിഅത്തി ശിർക്കി, അത് ഷിർക്കിലേക്കുള്ള വഴി തടയുക എന്ന നിലക്ക്. ലിഅന്നഹു ഇദാ സുല്ലിയ ഇൻദഹ, കാരണം ഖബറിന്റെ അടുത്ത് നിസ്കാരിക്കപ്പെട്ടാൽ, വദുഇ ഇൻദഹ, ഖബറിന്റെ അടുത്ത് അല്ലാഹുവിനോടാണെങ്കിൽ പോലും അത് പ്രാർത്ഥിക്കപ്പെട്ടാൽ, അവിടെ പ്രാർത്ഥന നടത്തിയാൽ, ഫഇന്ന ദാലിക യതതവ്വറു വതുദഅ മിൻ ദൂനില്ലാഹ്, അത് അല്ലാഹു അല്ലാത്തതിലേക്ക്
പ്രാർത്ഥിക്കപ്പെടുന്നതിലേക്ക് നയിക്കും എന്നുള്ളതാണ്. തൊഴബദ് മിൻ ദൂനില്ല, അള്ളാഹു അല്ലാത്ത ഉള്ളതിനെ ആരാധിക്കപ്പെടുന്നതിലേക്ക് നയിക്കും. കമാ ഹസല ഇൻദൽ അദ്രിഹത്തിൽ ആന, ഇന്ന് ഇക്കാലത്ത് ദർഗകളിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ അദ്രിഹത്ത് ഹൈസു സ്വാറത്ത് തൊഴബദു മിൻ ദൂനില്ല, അതൊക്കെ എന്താണ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആയി മാറി. ഫയുദ്ബഹു ലഹ, അപ്പൊ ആ അദ്രിഹത്ത് ആ ദർഗകൾക്ക് വേണ്ടി അറുക്കപ്പെടുന്നു. വയുന്ദറു ലഹ, ആ ദർഗകൾക്ക് വേണ്ടി നേർച്ചയാക്കപ്പെടുന്നു. വയുസ്താഅസു ബിൽ മൗത, അവിടെ മരിച്ചവരോട് സഹായം ചോദിക്കപ്പെടുന്നു, മരിച്ചവരോട് സഹായം തേടി ഇസ്തിആസ എന്ന് പറഞ്ഞിട്ട്. തമറാവു അല തുർബത്തിഹ, അതിന്റെ മണ്ണിൽ ഉരുളുന്ന ആളുകൾ. ഖബറിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നു, ഇഅ്തികാഫ് ചെയ്യുന്നു, ഭജനം ഇരിക്കുന്നു. വയുതാഫു ഹൗലഹ, അതിന് ചുറ്റും തവാഫ് ചെയ്യുന്നു. ബിമാ പള്ളിയിലൊക്കെ പോയി നമുക്ക് കാണാം തവാഫ് ചെയ്യുന്നു. കമാ യുതാഫു ബിൽ കഅബ, കഅബ തവാഫ് ചെയ്യുന്ന പോലെ. കുല്ലു ദാലിക ലിഅന്നൽ ബാബ, ഇതൊക്കെ ഈ വിഷയം, ഇതിനുള്ള വാതിൽ തുറന്നു കൊടുത്തത് ഫുത്തിഹ, അത് തുറക്കപ്പെട്ടു. ലമാ ബുനിയ അലൈഹ, അതിന്റെ മേൽ എടുപ്പുകൾ എടുക്കപ്പെട്ടപ്പോഴാണ് ഈ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായത് എന്നാണ്. ഖാല റഹിമഹുല്ലാ, പിന്നെ ഷെയ്ഖ് റഹിമഹുല്ലാ അവർ പറഞ്ഞു, കുല്ലു മൗദിഉൻ ഖുസിദത്തി സ്വലാത്തു ഫീ, നിസ്കാരം ഉദ്ദേശിക്കപ്പെടുന്ന ഏത് സ്ഥലവും, ഐ കുല്ലു മൗദിഉൻ യതറദ്ദദു അലൈഹി വയുസല്ലാ ഫീഹി, യതറദ്ദദു അലൈഹി വയുസല്ലാ ഫീഹി, നിസ്കാരം ഉദ്ദേശിക്കപ്പെടുന്ന സ്ഥലം നടത്തും. സവാഉൻ കാന ഇൻദഹു ഖബ്ർ ഔ ലൈസ ഇൻദഹു ഖബ്ർ, അതിനടുത്ത് ഖബർ ഉണ്ടെങ്കിലും ഖബർ ഇല്ലെങ്കിലും. ഫഖദ് ഇത്തഖദ മസ്ജിദൻ, അതൊക്കെ മസ്ജിദാണ്. ഒരു സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മസ്ജിദാണ് സാങ്കേതികമായിട്ട്. ഇല്ലം യുബ്ന, അവിടെ മസ്ജിദ് പണിയപ്പെട്ടിട്ടില്ലെങ്കിൽ, വലൗകാന സ്വഹറാ ഫഹു യുസമ്മ മസ്ജിദ്, മരുഭൂമിയാണെങ്കിലും അങ്ങനെ മസ്ജിദ് പറയാം. യാനി മക്കാന സ്വലാത്തിന് മക്കാന സുജൂദ്, സുജൂദിന്റെ സ്ഥാനം സ്വലാത്തിന്റെ സ്ഥാനം എന്നർത്ഥത്തിൽ. ഇനി ബൽ കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദ, മസ്ജിദ് നിസ്കരിക്കപ്പെടുന്ന എല്ലാ സ്ഥാനവും മസ്ജിദ് എന്ന് പറയാം. ഹത്താ ലൗ യുബ്ന അലൈഹി, ലം യുബ്ന അലൈഹി, അതിനടുത്ത് മസ്ജിദ് പണിയപ്പെട്ടിട്ടില്ലെങ്കിൽ. കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ജുഇലത് ലീ അൽ അർദു മസ്ജിദൻ വതുഹൂറ, എനിക്ക് ഭൂമി മസ്ജിദും തുഹൂറുമാക്കിയിരിക്കുന്നു, ആക്കപ്പെട്ടിരിക്കുന്നു. യാനി ഉദ്ദേശിക്കുന്നത് സ്വാലിഹത്തൻ, നല്ലതാക്കിയിരിക്കുന്നു. ലിസ്വലാത്തി ഫിഹ, നിസ്കാരത്തിന് സ്വാലിഹത്താക്കിയിരിക്കുന്നു, നിസ്കാരത്തിന് പറ്റുന്നതാക്കിയിരിക്കുന്ന അർത്ഥം. ഫദല്ല അലാ അന്നൽ മകാന ലദീ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദൻ സവാഉൻ ഖുസിദ ഔ ലം യുഖ്സദ്. അപ്പോൾ നിസ്കരിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അവിടെ മസ്ജിദ് ഉദ്ദേശിക്കപ്പെട്ടാലും അല്ലെങ്കിലും അത് മസ്ജിദ് തന്നെ. സവാഉൻ ബുനിയ അലൈഹി ഔ ലം യുബ്ന, അതിന്റെ മേൽ മസ്ജിദ് പണിതാലും ഇല്ലെങ്കിലും, കെട്ടിടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അർത്ഥം. ഫൽ ഹാസില, അപ്പോൾ ചുരുക്കം, അന്ന മാന ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, മസ്ജിദുകളാക്കുക, ഖബറുകൾ മസ്ജിദുകളാക്കുക എന്ന് പറഞ്ഞാൽ യശ്മലു അല മാനൈൻ, യശ്മലു മാനൈൻ, അത് രണ്ടാശയങ്ങളാണ്. അൽ മാന ലവൽ, ഒന്നാമത്തെ ആശയം സ്വലാത്തു ഇൻദഹ വഇല്ലം യുബ്ന മസ്ജിദ്, മസ്ജിദ് പണിയപ്പെട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്തുള്ള മസ്ജിദ് നിസ്കാരം. വഹാദാ ഹുവൽ മഅനിൽ മുറാദു മിനൽ അഹാദീസ്, ഇതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഉദ്ദേശ്യം. വൽ മാന സാനി, രണ്ടാമത്തത് ബിനാഉൽ മസാജിദി ഫിഹാ വൽ ഖിബാബ്, മസ്ജിദുകളും കുബ്ബകളും പണിയാം ഖബറുകൾക്ക് മേൽ, അതാണ് മസ്ജിദുകളാക്കുന്നുള്ളതിന്റെ മറ്റൊരു ഉദ്ദേശം. വഹാദാ ഐലൻ, ഇതും മൻഹിയുൻ അൻഹു, നിരോധിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അലി ഇബ്നു അബി ത്വാലിബ്, കാരണം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തദഅ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സബൈതുഹു, നീ ഒരു ഖബറും, ഉയർത്തപ്പെട്ട ഒരു ഖബറും അതിനെ തട്ടി മാറ്റാതെ, അതിനെ നിരപ്പാക്കാതെ വിടരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലാ ഹദംതഹു, അത് പൊളിക്കാതെ, വസവ്വൈതഹു ബിൽ അർദ്, ഭൂമിയോട് നിരപ്പാക്കാതെ. ലിഅന്ന ഹാദാ, കാരണം ഇത് യഫ്തിനുന്നാസ, അത് ജനങ്ങൾക്ക് ഫിത്ന ഉണ്ടാക്കും. യുസ്ബിഹു വസീലത്തൻ മിൻ മസാഇരി ശിർക്ക്, അത് ഷിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയായി മാറും എന്നതാണ്.